മകളെ, ജെറുസലം വചനകൂടാരത്തിലെ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകമെമ്പാടും ആയിരിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകമായി ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് ദമ്പതികൾ ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങൾ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. മകളെ, സംസാരത്തിൽ തെറ്റുവരുത്താത്തവനെയാണ് പൂർണ്ണൻ, പരിപൂർണൻ എന്ന് വിളിക്കുന്നത്. ദമ്പതികൾക്ക് സ്വദേശത്തും വിദേശത്തും ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും 8 കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ പരിപൂർണതയിലേക്ക് വളരാമെന്ന് വചനം പഠിപ്പിച്ചു തരികയാണ്. 1. പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ, വാക്കുകൾ പറയാതിരിക്കുക. ദമ്പതികളോടാണ് പറയുന്നത്. പ്രത്യേകിച്ച് ജീവിത പങ്കാളി 2 ജീവിത പങ്കാളിയുടെ വീട്ടുകാരെയും ബന്ധുക്കളെയും പറ്റി മോശമായി സംസാരിക്കാതിരിക്കുക. 3. കളിയാക്കുന്ന തമാശകളും ഇരട്ട ധ്വനിയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. 4. ജീവിത പങ്കാളിയുടെ കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ, പരാജയങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കുക. 5. ആജ്ഞാപിക്കുന്ന, കൽപ്പിക്കുന്ന തരത്തിലുള്ള അധികാര പ്രയോഗങ്ങൾ ഒഴിവാക്കുക. 6. ആരോഗ്യപരമായ ചർച്ചകളിൽ, സംഭാഷണങ്ങളിൽ ഏർപ്പെടുക. 7. ജീവിത പങ്കാളിയെ തോൽപ്പിക്കുവാൻ വേണ്ടി സംസാരിക്കാതിരിക്കുക. 8. ജീവിത പങ്കാളിയെ കുത്തി നോവിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. 8 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്. ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ നിങ്ങളുടെ കുടുംബജീവിതം നയിക്കുന്ന, ഒരു പക്ഷേ വേദനിക്കുന്ന കുടുംബാംഗങ്ങൾക്കോ അയച്ചു കൊടുക്കുന്നത് സ്വയം പരിശോധനയ്ക്കും തെറ്റുതിരുത്തലിനും അത് സഹായമായി തീരും. ഇതാ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, നിനക്കിതാ ആശ്വാസപ്രദമായ രാത്രിയിലേക്ക്, സത്പ്രവൃത്തി നിറഞ്ഞ ദിവസത്തിലേക്ക് നിന്നെ ക്ഷണിക്കുകയാണ്. ഇതാ ഈശോ നമ്മുടെ ദമ്പതികളുടെ കുടുംബജീവിതത്തിലേക്ക്, ഓരോ കുടുംബത്തിൻ്റെ കവാടത്തിലും കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഈ പ്രാർത്ഥന കേൾക്കുന്നവരും ഇത് പ്രചരിപ്പിക്കുന്നവരും ഇത് അനുഷ്ഠിക്കുന്നവരുമായ കുടുംബങ്ങൾ നസ്രസിലെ തിരുക്കുടുംബങ്ങളായി മാറ്റിക്കൊടുക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.